പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 39ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ചിന്താ വിഷയമാക്കുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെയും അനശ്വര സൗഭാഗ്യത്തെയും കുറിച്ചാണ്. ആത്മീയ ജീവിതം വളരെ പ്രയാസമേറിയതും വിരസവുമായിട്ടാണ് പലരും കരുതുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും സമീപനവുമൊക്കെയാണ് ഇത് ആനന്ദകരവും ആയാസരഹിതവുമോ അല്ലെങ്കിൽ വിരസവും പ്രയാസമേറിയതുമോ ആക്കി മാറ്റുന്നത്. ലോകസുഖങ്ങളും സൃഷ്ടവസ്തുക്കളുമെല്ലാം നമുക്ക് ദൈവത്തെക്കാൾ കൂടുതൽ ആകർഷണീയമായി മാറുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായ്മ അനുഭവപ്പെടുന്നതിനാലാണ് ആത്മീയ ജീവിതം വിരസമായി അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെയും സ്വർഗീയ സൗഭാഗ്യത്തെയും കാൾ ആകർഷണീയമാണോ ലോകസുഖങ്ങൾ? അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിതരായി നാം യഥാർത്ഥ സൗന്ദര്യം ദർശിക്കുകയും യഥാർത്ഥ മാധുര്യം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെക്കാളുപരി ദൈവത്തിൻ്റെ ദാനങ്ങളെ വിലമതിക്കുന്നവരാകരുത് നാം. അനശ്വര സൗഭാഗ്യത്തെ വിസ്മരിച്ച് ക്ഷണിക സുഖങ്ങൾ തേടുന്നവരുമാകരുത്. ദൈവത്തിൽ നിന്ന് ആരംഭമെടുത്ത മനുഷ്യന് ദൈവത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ യഥാർത്ഥ ആനന്ദവും സംതൃപ്തിയും കണ്ടെത്താനാവൂ. പക്ഷേ പലപ്പോഴും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ നാം ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഭോഷന്മാരായിത്തീരുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ആത്മാവിൽ ആരംഭിച്ചത് പരമാത്മനിൽ എത്തിച്ചേരുകയാണ് വേണ്ടത്. അതിനാൽ ദൈവമാകുന്ന നമ്മുടെ പരമാന്ത്യത്തെ സദാ മുന്നിൽ കണ്ട് നിത്യകർമ്മങ്ങൾ സാധനയാക്കി മുന്നേറാൻ നാം പരിശ്രമിക്കണം. അതായത് നിത്യകർമ്മങ്ങളും അനുദിന ജീവിതത്തിലെ സുഖദുഃഖങ്ങളുമെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള രക്ഷാകര മാർഗങ്ങളും ഉപാധികളുമാക്കി മാറ്റി പടിപടിയായി സ്ഥിരതയോടെ നാം മുന്നേറണം. ആത്മീയ ജീവിതം ഒരു മരുഭൂയാത്രയാണ്. ഈ യാത്രയിലെ ക്ലേശങ്ങൾ പിതൃഭവനത്തിൽ പ്രവേശിച്ച് നിത്യം വസിക്കാൻ നമ്മെ ഒരുക്കുന്ന അവസരങ്ങളാണ്. പരീക്ഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ക്ലേശങ്ങൾക്കും നടുവിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മെ മാത്രമല്ല ഭൂമുഖത്തെ മുഴുവൻ നവീകരിക്കും. ഈ യാത്ര ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നതുവരെ തുടരും. ഈ ബോധ്യം ക്ലേശങ്ങളെ ധൈര്യപൂർവം തരണം ചെയ്ത് മുന്നേറാനും അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളെയും പ്രതിസന്ധികളെയുമെല്ലാം സ്വജീവിതത്തിന് മാത്രമല്ല സഭയ്ക്കും സമൂഹത്തിനു മുഴുവനും അനുഗ്രഹവും രക്ഷാകരവുമാക്കി മാറ്റാൻ നമ്മെ സഹായിക്കും. ആത്മീയ ജീവിത പാതയിലെ മിസ്റ്റിക്കൽ അസെറ്റിക്കൽ തലങ്ങൾ സ്വജീവിതത്തിൽ സമന്വയിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് സാധ്യമാകുന്നത്. മിസ്റ്റിക്കൽ ധ്യാനത്തിൻ്റെ ഊർജവും താപസ ചൈതന്യവും ഒരുമിച്ച് ചേരുമ്പോൾ അത് നമ്മെയും ലോകത്തെ മുഴുവനും രൂപാന്തരീകരിച്ച് ത്രിയേക ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന ഒരു വലിയ ശക്തിയായി മാറും. മാത്രമല്ല ഇത് സാത്താൻ്റെ കോട്ടകളെ പ്രകമ്പനം കൊള്ളിച്ച് തകർക്കുകയും ദൈവരാജ്യ പൂർത്തീകരണത്തിനും കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിനും വഴിയൊരുക്കുകയും ചെയ്യും. ഈ ലക്ഷ്യത്തോടെ ധ്യാനനിരതമായ ജീവിതം നയിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സമർപ്പിതരുടെയും ദൈവഭക്തരായ അൽമായരുടെയും കൂട്ടായ്മകളും കൂട്ടായ പരിശ്രമങ്ങളുമാണ്
സഭയ്ക്കിന്ന് അനിവാര്യമായിരിക്കുന്നത്. സന്യാസ ഭവനങ്ങൾ മാത്രമല്ല, വിശ്വാസ പരിശീലന വേദികളും കുടുംബങ്ങളുടെ ഉള്ളറകളുമെല്ലാം ധ്യാന ചൈതന്യത്താൽ നിറയണം. കാലഘട്ടത്തിൻ്റെ വലിയൊരാവശ്യമാണിത്. ആത്മീയ ജീവിത പാതയിൽ മിസ്റ്റിക്കൽ മാർഗവും അസറ്റിക്കൽ മാർഗവുമുണ്ട്. ദൈവത്തെ പ്രാപിക്കാനും അനുഭവിക്കാനും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യൻ മുൻകൈയെടുത്ത് നടത്തുന്ന പരിശ്രമങ്ങളെയാണ് അസറ്റിക്കൽ മാർഗമെന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യനെ തന്നിലേക്ക് ആകർഷിച്ചടുപ്പിക്കാനും തന്നോട് താതാത്മ്യപ്പെടുത്താനും ദൈവം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതാണ് മിസ്റ്റിക്കൽ മാർഗം. ക്രിസ്തീയ ആധ്യാത്മികത അടിസ്ഥാനപരമായും ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്ന മിസ്റ്റിക്കൽ പാതയാണ്. ദൈവം മുൻകൈയെടുത്ത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിത ശൈലിയാകയാൽ ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് അടിസ്ഥാനപരമായും ഒരു മിസ്റ്റിക്കൽ സ്വഭാവമാണുള്ളത്. ദൈവത്തോട് സഹകരിക്കാൻ മനുഷ്യൻ്റെ പരിശ്രമം അഥവാ അസറ്റിക്കൽ മാർഗങ്ങളും അനിവാര്യമാണ്. മിസ്റ്റിക്കൽ മാർഗം മഴയിലൂടെ സ്രഷ്ടാവ് തോട്ടം നനയ്ക്കുന്നത് പോലെയും തള്ളപ്പൂച്ച തൻ്റെ കുഞ്ഞിനെ കടിച്ചെടുത്തു കൊണ്ടുപോകുന്ന മാർജാരമാർഗം പോലെയുമാണ്. തള്ളപ്പൂച്ച കുഞ്ഞിനെ കടിച്ചെടുത്തു കൊണ്ടുപോകുന്ന മാർജാരമാർഗം പോലെയുമാണ്. ദൈവം മുൻകൈയെടുത്ത് നയിക്കുന്ന, പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രനോടൊത്തുള്ള മിസ്റ്റിക്കൽ ധ്യാനപാത വളരെ ലളിതവും ആനന്ദപൂർണവും ദൈവത്തെ ആഴത്തിൽ അടുത്തറിയുന്നതിനും ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനും സഹായിക്കുന്നതുമാണ്. ആധികാരികമായ മിസ്റ്റിക്കൽ പാത പരിശുദ്ധ ത്രിത്വത്തിലധിഷ്ഠിതമായ വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവും പ്രേക്ഷിത തീഷ്ണതയിലേക്ക് നയിക്കുന്നതുമായ ഒന്നാണ്. ദൈവം നമ്മോട് നേരിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ അന്തരാത്മാവിൻ്റെ കണ്ണു തുറന്ന് ദൈവത്തെ നേരിട്ട് കാണുകയും ചെയ്യുന്നു എന്നതാണ് മിസ്റ്റിക്കൽ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ പാതയിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തുന്നവർക്ക് ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും തന്നെക്കുറിച്ച് തന്നെയുമുള്ള വ്യക്തമായ അവബോധം ലഭിക്കും. മാത്രമല്ല, നമുക്കതീതനായ ദൈവത്തോട് നേരിട്ടുള്ള ബന്ധം പുലർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ദൈവിക പ്രഭയാൽ പ്രശോഭിതരായി ദൈവസ്നേഹത്താൽ ജ്വലിച്ച് നാം അങ്ങിൽ ഒന്നായിത്തീരുന്ന അനുഭവത്തിലേക്ക് ഇത് നമ്മെ നയിക്കും. ദൈവത്തിൻ്റെ കരവലയത്തിലാണ് ഞാനെന്നും എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനാവില്ല, ദൈവം എന്നെ സ്വന്തമാക്കി എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുമുള്ള വ്യക്തമായ അവബോധം ഇതുവഴി നമുക്ക് ലഭിക്കും. ദൈവവുമായുള്ള ഈ മിസ്റ്റിക്കൽ ഐക്യം നൈമിഷികമല്ല. സദാ ദൈവത്തിലായിരുന്നു കൊണ്ട് ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഇത് നമ്മെ നയിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് ദൈവം ഉയർത്തിയവർ ദൈവത്തിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിന് കീഴിൽ അവിടുത്തെ തിരുമനസ്സനുസരിച്ചായിരിക്കും സദാ പ്രവർത്തിക്കുന്നത്. ഇവിടെ ദൈവ തിരുമനസ്സും മനുഷ്യൻ്റെ ഇഷ്ടം അഥവാ ആഗ്രഹവും ഒന്നായിത്തീരുന്നു. തിരുവചനത്തിൻ്റെ വിസ്മയനീയ ഫലങ്ങൾ അനുഭവിക്കുന്നതിന് മിസ്റ്റിക്കൽ അസറ്റിക്കൽ തലങ്ങൾ സമന്വയിപ്പിച്ച ഒരു ധ്യാന പഠന രീതിയാണ് ഇന്ന് നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. മിസ്റ്റിക്കൽ അസറ്റിക്കൽ തലങ്ങൾ സമന്വയിപ്പിച്ച ധ്യാന പഠന രീതി അതിവേഗം നമ്മെ ആശയപരമായ അറിവിനപ്പുറത്ത് കർത്താവുമായുള്ള ആത്മബന്ധത്തിലേക്കും ജീവിത സംസ്കരണത്തിലേക്കും ജ്ഞാന ചൈതന്യത്തിലേക്കും ദൈവസമ്പാദനത്തിലേക്കും ധ്യാനാത്മകമായ ഒരു ജീവിത ശൈലിയിലേക്കും പ്രേക്ഷിത തീഷ്ണതയിലേക്കുമെല്ലാം നയിക്കും. ഇത് നമ്മെയും ലോകത്തെ മുഴുവനും രൂപാന്തരീകരിച്ച് ത്രിയേക ദൈവത്തോട് ഐക്യപ്പെടുത്തുകയും സാത്താൻ്റെ കോട്ടകളെ പ്രകമ്പനം കൊള്ളിച്ച് തകർക്കുകയും ചെയ്യും. അതുവഴി ദൈവരാജ്യത്തിൻ്റെ യുഗാന്ത പൂർത്തീകരണത്തിനും
യുഗാന്തത്തിലെ ആത്മനിറവിനും മെസയാനിക സമൂഹത്തിൻ്റെ ഒരുമിച്ച് ചേരലിനും നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിനും വഴിയൊരുങ്ങണം. അതിനായി കർത്താവിൻ്റെ ശരീരമായ സഭാഗാത്രത്തോട് ചേർന്ന് ധ്യാനനിരതമായ ജീവിതത്തിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.